ഇറാൻ ഇസ്രായേൽ യുദ്ധം കടുക്കുന്നതിനിടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു പദ്ധതിയിലൂടെ ഇന്ത്യക്കാരെ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 110 ഇന്ത്യക്കാരാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇതിൽ 99 പേർ കാശ്മീരിൽ നിന്നും ഇറാനിലേക്ക് മെഡിക്കൽ പഠനത്തിനും മറ്റും പോയ വിദ്യാർത്ഥികളാണ്. ഇവരോട് പത്രക്കാർ റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ തീരെ തൃപ്തികരമല്ലാത്ത മറുപടിയാണ് നൽകിയത്. ഒരു പെൺകുട്ടി ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാർ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നടപടി ആരംഭിച്ചിരുന്നെങ്കിൽ അവർക്ക് അർമേനിയയിൽ നിന്ന് ദോഹയിലേക്ക് ഒരു ഫ്ലൈറ്റിലും അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്കും വരേണ്ടി വരില്ലായിരുന്നു. കേന്ദ്ര സർക്കാരിന് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ തന്നെ ഇറാനിൽ നിന്ന് അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു. ഇവരുടെ അടുത്ത പരാതി, തങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് തങ്ങളെ സ്വീകരിക്കാനോ അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി കശ്മീരിലേക്ക് അയക്കാനോ ഉള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടില്ല. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ തന്നെ കശ്മീരിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ചു പോവുകയാണെങ്കിൽ 20,000 രൂപയോളമാകും. ഇത്രയും ഭാരിച്ച തുക നൽകാൻ ഞങ്ങൾക്കാകില്ല. ഇവരൊക്കെ ഈ ഇന്ത്യയിൽ കോളേജുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇറാനിൽ വൻ തുക ചെലവാക്കി പഠിക്കാൻ പോയവരാണെന്ന് ഓർക്കണം. അടുത്ത പരാതി, അവരെ ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കി നിർത്തിയിരുന്ന ബസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മൃഗങ്ങൾക്ക് പോലും ആ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ഇവരുടെ അഭിപ്രായം. മണിക്കൂറുകളോളം ആ ബസ്സിൽ കയറാൻ തയ്യാറാകാതെ ഇവർ നിന്നതിനെ തുടർന്ന് അധികൃതർ അടുത്ത ബസ് എത്തിച്ചു നൽകുകയായിരുന്നു. ഇതിനൊക്കെയുള്ള തുക പോകുന്നത് സാധാരണക്കാരൻ നൽകുന്ന ടാക്സ് തുകയിൽ നിന്നാണെന്ന് ഈ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും.